ആദ്യം നമ്മൾ തുറന്നാലല്ലേ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളിപ്പോൾ വയൽ വെക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ ഉള്ളത് പറയും. ആദ്യം നമ്മുടെ കണ്ണാ തുറക്കണ്ടേ. വയലെന്ന് പറഞ്ഞാൽ ഞാനിത് പറയുന്നത് എൻ്റെ പേടി മാറാനാ, അല്ലാതെ നിങ്ങളുടെ പേടി മാറാനല്ല. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല. എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് പേടിയുണ്ടെങ്കിൽ ആ പേടി പോകാനാണ് ഞാൻ വയൽ പറയുന്നത്. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാർ ഒരു ആമീൻ പറഞ്ഞങ്ങാതി. ആരുടെ ആമീൻ അള്ളാഹ് കേൾക്കണമെന്നറിയില്ല. ഏതെങ്കിലും ഒരുത്തൻ്റെ ആമീൻ കേട്ടാൽ ഞാൻ രക്ഷപ്പെട്ടു പോയി. ഒന്ന് ആമീൻ പറ. അള്ളാഹു എനിക്ക് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്, 313 സഹാബത്തിന്റെ ചരിത്രമൊക്കെ പോകട്ടെ. അബ്രഹത്തിന്റെ ആനപ്പട, അള്ളാഹുവേ, അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ലാത്ത യുദ്ധമാണ്. അബ്രഹത്തിന്റെ ആനപ്പട പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് പടച്ചോൻ അബൂ താലിബോ അബ്ദുൽ മുത്തലിബോ ആരോ എനിക്ക് ഓർമ്മയില്ല, മുസ്ലിം പോലും അല്ലട്ടാ, 5 നേരം നിസ്കരിക്കണ താടിയുള്ള ആളൊന്നും അല്ല. അബ്രഹത്തിന്റെ ആനപ്പട കഅബാലയം പൊളിക്കാൻ വന്നപ്പോ, അബ്രഹത്തിന്റെ ആനപ്പട പൊളിക്കാൻ വരുന്നത് കണ്ടപ്പോ പടച്ചവനെ അബ്ദുൽ മുത്തലിബോ അബൂ താലിബോ മുസ്ലിം അല്ല ആരുമാകട്ടെ, ഇവരിൽ ആരോ ഒരാള് കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് ഒരൊറ്റ ദുആ. എന്തേ ദുആ ചെയ്തെന്നറിയോ? ഇവിടെ മുസ്ലിം അല്ലെന്ന് നീ ഓർക്കണം. അള്ളാനെ കൊണ്ട് വിശ്വസിച്ച ഒരാളല്ല ആ മനുഷ്യൻ. കഅബാലയത്തിന്റെ മുറ്റത്ത് പോയിരുന്നിട്ട് ഒരൊറ്റ പറച്ചില്, കഅബയുടെ നാഥ നിന്റെ വീട് നീ നോക്കിക്കൊള്ളണം. ഇത്രേ പറഞ്ഞുള്ളൂ. ഇതേ പറഞ്ഞേ, കഅബയുടെ റബ്ബിനോട് പറഞ്ഞ് നിന്റെ വീട് പൊളിക്കാൻ അബ്രഹത്ത് വരുന്നുണ്ട്, നിന്റെ വീടിന് നോക്കാനുള്ള കാര്യം നിനക്കറിയാൻ, നോക്കിക്കൊള്ളാൻ. എന്നിട്ട് ആ ചങ്ങാതി അങ്ങ് പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അബാബീൽ എന്ന് പറയുന്ന ചെറിയ പക്ഷികൾ വന്നിട്ടാ അള്ളാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ച് കളഞ്ഞത്. ആ ചങ്ങാതിയുടെ ദുആ പോലും അള്ളാഹ് സ്വീകരിച്ച്. നമ്മുടെ സ്വീകരിക്കണില്ലെങ്കിൽ എന്തേ അതിന്റെ കാരണമെന്ന് മനസ്സിലാക്കുക. ഒരു അള്ളാനെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരു സാധു. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അത് കഅബാലയല്ലേ? കഅബാലയമാണെങ്കിലും എല്ലാം അള്ളാഹ് തന്നെയല്ലേ കേട്ടെ, എല്ലാം അള്ളാഹ് തന്നെയല്ലേ കേട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാഠങ്ങൾ ഉൾക്കൊള്ളു, ബുദ്ധിയുണ്ടല്ലോ, ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ പേടി അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ പരീക്ഷിക്കാനാണ്. നമ്മളല്ലാഹു ഭയപ്പെടുത്തും. നമ്മളൊക്കെ പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോപ്പാ. ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ രാജാക്കന്മാരല്ലേ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുന്നു, പച്ചയ്ക്ക് ഇങ്ങനെ തല്ലിക്കൊല്ലുന്നു. ചോദിക്കുക, അതൊന്നും നമുക്ക് വന്നില്ലല്ലോ. അതൊക്കെ വരാൻ പോകുന്നില്ലേ ഉള്ളൂ. അതൊക്കെ തുടക്കമല്ലേ, ഇങ്ങോട്ട് എനിക്ക് അതൊക്കെ വരാൻ പോകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്. പട്ടിണി തരും, വിശപ്പ് തരും. ഇതുവരെ വിശന്നിട്ടുണ്ടോ, പട്ടിണി കിടന്നിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. ഞാൻ ഇപ്പോൾ ചോദിക്കണ മനസ്സിലാവണില്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? ഞാനും നിങ്ങളും പട്ടിണി കിടന്നിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. എവിടെ ഇല്ലേ? അള്ളാഹുവേ, എന്നാ തീറ്റിയ. റമദാൻ മാസം വരെ ആകെ പട്ടിണി നടക്കുന്നത് റമദാൻ മാസമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തിന്നുന്നത് റമദാൻ മാസമാണ്. സാധാരണ മാസവും റമദാൻ മാസവും തമ്മിൽ പൊക്കിയാൽ നമ്മൾ 1 കിലോ സാധാരണ നോമ്പ് പിടിക്കുമ്പോൾ ശരീരം കുറയും. ഇപ്പോഴത്തെ നോമ്പ് പിടി കാരണം ശരീരം കൂടുക ചെയ്യുക. കാരണം സാധാരണ ദിവസമാണെങ്കിൽ 3 നേരം തിന്നും. നോമ്പുകാരനായി കഴിഞ്ഞാൽ രാവും പകൽ മുഴുവനും പട്ടിണി, രാത്രി മുഴുവനും തീറ്റിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആരെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പച്ചല തിന്ന ആരെങ്കിലും ഉണ്ടോപ്പ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് തിന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ നാട്ടിൽ? നമ്മൾ തിന്നണ ഇല മറ്റേ എന്താ മല്ലി ഇല, പിന്നെ ഗൾഫ് അറബികളൊക്കെ തിന്ന ദഹിക്കാൻ വേണ്ടി. മട്ടനും ചിക്കനൊക്കെ വാരി തിന്നിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. ആ ഇലയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല തിന്നതാരെന്നറിയോ? മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കൊല്ലം, ഒരു ദിവസമല്ല 3 കൊല്ലം ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ പട്ടിണി കിടന്നതും 3 കൊല്ലവാ. അള്ളാഹുവിൻ്റെ റസൂലും തൻ്റെ കുടുംബവും ഭക്ഷണം ഇലകൾ പറിച്ച് തിന്നിട്ട് ഈ ആട് കാഷ്ടിക്കണ പോലെ കാഷ്ടിച്ച്. നമ്മൾ ആ പട്ടിണിയെ കുറിച്ച് പറയണത് ദാരിദ്ര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്ത് അവിടുത്തെ കുടുംബമൊക്കെ പറയുക, ഇങ്ങനെ നടന്നു പോകുമ്പോ വിശപ്പ് കാരണം കരയുടെ തേങ്ങല് കേൾക്കാന്ന്. പൊന്നാര ചങ്ങാതിമാരെ ഇല പറിച്ച് കഴിച്ചിട്ട്, വൃക്ഷങ്ങളുടെ ഇല പറിച്ച് കഴിച്ചിട്ട് ആട് കാഷ്ടിക്കണ പോലെ, മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു 3 കൊല്ലവാ പട്ടിണി കിടന്ന്. അല്ലാഹു ആലം, നമുക്ക് ഒരു ദിവസം പോലും കടക്കാൻ വയ്യ. നമ്മളപ്പോൾ ആലോചിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ